നമസ്കാരം, അമൃതാണ്. അപ്പോൾ ഇത്തവണത്തെ ഫെസ്റ്റീവ് സീസൺ, അതായത് നമ്മുടെ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ ഫെസ്റ്റീവ് സീസണിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചുള്ളൂ. അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രോഡക്റ്റ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാം. ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എന്താണ് പർപ്പസ് എന്നുള്ളതും കൂടെ നിങ്ങളെ ഒരു എക്സ്പെരിമെന്റും കൂടെയാണ്. അത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത് നമുക്ക് ലൈവിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഒരു ആപ്പ് പരിചയപ്പെടുത്താം. ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു 2 ക്യാമറാസിൽ, ഒന്ന് DJIയിലും അതുപോലെ ഗോപ്രോയിലുമാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള സൗണ്ട് ആണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം DJIയുടെ ക്ലാരിറ്റി എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഇത് അടഞ്ഞ് വണ്ടിയിടാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വോയിസ് ക്ലാരിറ്റി നന്നായിട്ടുണ്ടാവും. അധികം ഹിസ്സിംഗ് സൗണ്ട്സ് ഒന്നും വരാൻ സാധ്യതയില്ല, ഔട്ട്സൈഡ് നോയ്സും വരാൻ സാധ്യതയില്ല. ഇപ്പൊ ഞാൻ GoPro Hero 7ലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ DJI Osmo Pocket ഫസ്റ്റ് സീരീസിലുള്ള ക്യാമറയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എൻ്റെ അടുത്ത് ഷുവറിന്റെ ഒരു മൈക്രോഫോൺ ഉണ്ട്, അതും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ മുമ്പൊക്കെ ഞാൻ ഈ ഔട്ട്സൈഡ് പോയി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടെത്തിയ ഒരു ഇന്നോവേഷൻ ആണ് ഈ ഷുവറിന്റെ മൈക്ക്. ഞാനൊരു ഫെസ്റ്റീവ് സീസണിലാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് തന്നെ നല്ല ഓഫറിൽ കിട്ടിയത്. ഏതാണ്ട് 5,000 സംതിങ് 2 years ബാക്ക് ഒരു ഫെസ്റ്റീവ് സീസണിലാണ് ഞാനിത് വാങ്ങിച്ചത്. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇപ്പൊ AC യുടെ സൗണ്ടും കൂടെ ഉണ്ട്. ഇപ്പോഴും അതിന്റെ ആ വ്യത്യാസം നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഇനി ഞാൻ ഈ ഷുവറിന്റെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യും. ഷുവറിന്റെ മൈക്ക് ഞാൻ പ്രത്യേകിച്ച് റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എങ്കിലും സൗണ്ട് ക്വാളിറ്റി ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ടെത്തിയ ഇന്നോവേഷൻ എന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. പലർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ എങ്കിലും ഞാൻ ഇങ്ങനെയായിരുന്നു ഔട്ട്ഡോർ യൂണിറ്റ്സിലൊക്കെ സൗണ്ട് റെക്കോർഡ് ചെയ്യായിരുന്നു. അതായത് ഞാൻ ക്യാമറയുടെ ഡീഫോൾട്ട് മൈക്രോഫോണിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതൊരു ബാക്കപ്പ് ആയിട്ട് ഞാൻ ഒരു മൊബൈലിൽ കൂടെ, ഒരു സ്മാർട്ട് ഫോണിൽ കൂടെ ഒരു ഓഡിയോ ബാക്കപ്പ് എടുക്കും. അപ്പൊ ഇതെല്ലാം കൂടെ സിങ്ക് ആയിട്ടാണ് ഞാൻ ഫൈനലി എഡിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. ഇതിപ്പോ ഞാൻ ഐഫോണിലാണ് എടുക്കുന്നത്. നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ആൻഡ്രോയിഡിലാണ്. ഇതുപോലെ തന്നെ മറ്റൊരു അടിപൊളി സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതായത് ഷുവർ പ്ലസ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഇതിന്റെ തന്നെ വീഡിയോ കൂടെ എടുക്കത്തക്ക ഒരു ആപ്ലിക്കേഷനും ഉണ്ട്. അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ തന്നെ വിഷ്വലും സൗണ്ടും എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഇതിനി ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാൻ ഷുവറിന്റെ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് മൈക്രോഫോണാണ് നമ്മുടെ ഉള്ളതെന്നുള്ളതിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ മോഡൽ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഞാനിതിൽ ഷുവർ MVI എന്ന് പറയുന്ന ഒരു മൈക്രോഫോണാണ് ഡീഫോൾട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മൈക്ക് ഗെയിൻ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് പല മോഡ്സ് ഉണ്ട്. സ്പീച്ച് മോഡുണ്ട്, അതുപോലെ മ്യൂസിക് മോഡുണ്ട്, സിംഗിങ് മോഡുണ്ട്, പിന്നീട് ഫ്ലാറ്റ് മോഡ്, അതുപോലെ അക്യൂസ്റ്റിക് മോഡ്, അതായത് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഒരു മോഡുണ്ട്, അതുപോലെ ബാൻഡ് മോഡും ഉണ്ട്. അത് കളക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സിനെ വെച്ച് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് സ്പീച്ച് മോഡ് ഇട്ടിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതുപോലെ ഈക്വലൈസർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ +20 ഡെസിബൽ മൈക്രോഫോൺ ഗെയിൻ ബൂസ്റ്റ്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇനി ഇവിടെ മുതൽ ഞാൻ സംസാരിക്കുന്ന ഇതിലും കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന വോയിസും കൂടെ ഞാൻ ഇതിനകത്ത് കേൾപ്പിക്കാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം, അതായത് ഷുവർ മൈക്രോഫോണിൻ്റെ വോയിസ് ക്ലാരിറ്റിയും അതുപോലെ ഡീഫോൾട്ടായിട്ടുള്ള ഈ 2 ക്യാമറാസിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹലോ 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 ചെക്ക്, ഹലോ 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 ചെക്ക്, ഹലോ ചെക്ക്, ഹലോ ഹലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി. നമുക്ക് എത്ര ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വന്നാലും ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ AC-യുടെ ഫാൻ വർക്ക് ചെയ്യുന്ന സൗണ്ടും എല്ലാം ഉള്ളപ്പോഴാണ് ഈ ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സൈസാണ്. അപ്പോൾ ഈ ഒരു മൈക്രോഫോൺ ഇപ്പോഴും ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ, ഇത് ഏത് മൈക്രോഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചൈനീസ് കത്തി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത്രയും വലിയൊരു പാക്കാണ്. ഈ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമൊന്നും കാണത്തില്ല, പക്ഷേ ആമസോണിൻ്റെ പാക്കിങ് ഹാറ്റ്സ് ഓഫ്. കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ട്രൈപോഡ് വാങ്ങിച്ച് അത് അൺബോക്സ് ചെയ്തപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആമസോണിൻ്റെ സർവീസ്, ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യത്തിൽ ഈ കൊറിയർ സർവീസ് ചെയ്യുന്നത് ഇകാർട്ട് എന്ന് പറഞ്ഞൊരു പാർട്ണറാണ്. അവരുടെ സർവീസൊക്കെ മെച്ചമാണ്, പക്ഷേ എങ്കിലും ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിങ് വളരെ മോശമാണ്. മെഡിസിനൊക്കെ പാർസൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് നോട്ടമിട്ട് വെച്ചിരുന്നൊരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ പ്രൈസൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഇത് കിട്ടുന്നുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് വന്നിട്ട് ബ്ലൂ സ്നോബാൾ ഐസ് എന്നാണെങ്കിലും ഇതിൻ്റെ പാരന്റ് കൺസേൺ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ വിശ്വാസം. എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ചൈനക്കത്തി ഇവിടെ പോയത്, ചൈനക്കത്തി അപ്രത്യക്ഷമായി. ചൈനക്കത്തി ഇല്ലാതെ തന്നെ നമുക്കിത് തുറക്കാം. സ്റ്റിക്കർ ഇളക്കിയാൽ മതി.
GoPro start recording. Yes, വിജയിച്ചിരിക്കുന്നു. ഇതൊരു കേബിള്, USB കേബിളാണല്ലോ. അതുപോലെ ഇതിൻ്റെ ട്രൈപോഡ് സ്റ്റിക്ക്. അപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കണ്ടെടുത്തോളം. ഒരു ഡിസ്ക്രിപ്ഷൻ പേപ്പർ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്നത്. അതുപോലെ ഉണ്ട്. നല്ല പ്രൊട്ടക്ഷനോടുകൂടിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലോബ് പോലത്തെ സാധനമാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് ഗ്രില്ല് വരുന്നത്. പഴയ ടൈപ്പ് പോർട്ടൊക്കെയാണ്. അപ്പോൾ ഇതെൻ്റെ ഉദ്ദേശം നടക്കാൻ സാധ്യത കുറവാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതിൽ വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വെച്ചിട്ട് സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. എന്തായാലും അത് നിറവേറ്റാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പിന്നെ OTG യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്ക് വലിയ സ്കോപ്പില്ല. അവരിങ്ങനെ ഇരുന്ന് കറങ്ങും. ഒരു ബോൾ ഹെഡാണ് പരിപാടി. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എന്തായാലും ഇത് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. യൂട്യൂബിൽ പലരും ഇത് OTG സപ്പോർട്ട് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കറൻ്റ് ഇത് ചെക്ക് ചെയ്ത് നോക്കാനുള്ള അഡാപ്റ്റേഴ്സ് ഒന്നും എൻ്റെ അടുത്തില്ല. എന്തായാലും ആ ഒരു പരീക്ഷണം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള ആ ഒരു പർപ്പസും അത് കഴിഞ്ഞാൽ പിന്നെ ഇവനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട്, അതൊരു ലാപ്ടോപ്പും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഓഡിയോ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാൻ നല്ല ബെസ്റ്റ് ഒരു ടൂളാണ്. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലോജിടെക്കിൻ്റെ ഈ ഒരു ബ്ലൂ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, ബ്ലൂ സ്നോ ഐസ് ഓർ ഐസ് ബോൾ സ്നോബോൾ ഐസ്, ഈ ഒരു പ്രോഡക്റ്റ് ഞാനൊരു 6 മാസം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. സോറി, തീർന്നിട്ടില്ല. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചിടത്തുനിന്ന് ഒരു അഡാപ്റ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അഡാപ്റ്റർ ഇതൊരു OTG അഡാപ്റ്ററാണ്, പക്ഷേ എങ്കിലും ഇത് ബെൽക്കിൻ്റെ പ്രോഡക്റ്റാണ്. അതുപോലെ കുറച്ച് ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ ഉള്ള, അതായത് ബ്ലൂ കളറിലാണ് ഇതിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഇരിക്കുന്നത്. ബ്ലൂ കളർ ഇതിൻ്റെ സ്പീഡിനെ കാണിക്കുന്നതാണ്. എന്തായാലും നമുക്കിത് ഫങ്ഷനിങ് ആവുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഡോൾബി ഓണെന്ന് പറഞ്ഞിട്ട് ആൻഡ്രോയിഡിൽ ഒരു ആപ്പ് ഇട്ടിട്ട്, ആൻഡ്രോയിഡിനും ഐഫോണിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡോൾബി വെച്ചിട്ട് ഈ ഒരു മൈക്രോഫോണിനെ കണക്ട് ചെയ്ത് നോക്കാം. ഈ ട്രൈപോഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണോ കൊണ്ട് വെക്കാം. OTG അഡാപ്റ്റർ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവൻ്റെ കേബിളൊക്കെ എടുക്കാം. ക്യാമറയിലത്തെ റെഡായി കൂടുതലാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്മാച്ച് വന്നത്. അപ്പോൾ നമ്മളത് മൈക്രോഫോണിൽ കണക്ട് ചെയ്തു. ഈ ഒരു USB നമുക്ക് OTGയിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പരീക്ഷണമാണ്. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, പക്ഷേ ഇവിടെ മൈക്രോഫോൺ ഓൺ ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് സൈൻ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ചെക്ക്, ഹലോ ഹലോ ചെക്ക്, ഹലോ 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 ചെക്ക്, ഹലോ 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 ചെക്ക്. ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, സംതിങ് റോങ് എന്നുള്ള നിലയിൽ. അത് ഞാൻ ചിലപ്പോൾ അതിൻ്റെ ക്ലോസ് റേഞ്ചിൽ കൊണ്ടുവന്നുകൊണ്ടായിരിക്കും. ഓക്കെ ഫൈൻ, ഇത് ഫങ്ഷനിങ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാ മൈക്കുകളും മ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു സ്നോബോൾ ഐസിൽ മാത്രം കൊടുക്കുവാണ്. ഹലോ ചെക്ക്, ഹലോ 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 ചെക്ക്. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇത് നമുക്ക് ഷോൻ്റെ മൈക്കാണ്. ഹലോ ചെക്ക്, ഹലോ 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 ചെക്ക്. ഇത് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്ക് ആയതുകൊണ്ട് തന്നെ ദൂരോട്ട് വെച്ചാൽ നല്ല സൗണ്ടാണ്. ഇനി നമുക്ക് ഷുവർ വിട്ടിട്ട് ഈ 2 മൈക്രോഫോൺസും ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ചെക്ക് DJ ഓസ്മോ, ഹലോ ഹലോ ചെക്ക് GoPro. അപ്പോൾ ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എല്ലാം എനിക്കിനി എഡിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അത് കഴിഞ്ഞാലേ നിങ്ങൾക്കും മനസ്സിലാകത്തുള്ളൂ. എന്തായാലും നമുക്കിതൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. പരീക്ഷണം വിജയിച്ചാൽ ഞാൻ ഈ ചെയ്ത പോലെയൊക്കെ തന്നെ ഇവനെ വെച്ചുകൊണ്ട് നമുക്കൊരു ഔട്ട്ഡോർ യൂണിറ്റിലൊക്കെ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മൈക്കിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. നല്ല ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കാനായിട്ടൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ പരീക്ഷണം വിജയിക്കുമെന്നുള്ള 100% ഉറപ്പിലാണ് ഞാൻ. എന്തായാലും ഈ ഒരു പരീക്ഷണത്തിന് എന്നോടൊപ്പം കൂടിയ ക്ഷമയോടെ നിരീക്ഷിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.